ചെറിയ പനി വളരെ പെട്ടെന്ന് ഉയർന്ന പനിയായി വളരെ സ്പീഡിൽ മാറുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് അപസ്മാരം അടിക്കുക. വളരെ സാവധാനം ഉയർന്ന് വലിയ പനിയാകുമ്പോൾ യൂഷ്വലി നമുക്ക് അപസ്മാരം കാണാറില്ല. അപ്പോൾ ഈ ഒരു അപസ്മാരം എങ്ങനെയാണ് നമുക്കത് നോർമൽ ടൈപ്പ് അപസ്മാരമാണോ അതോ ഒരു പ്രയാസമുള്ള അപസ്മാരമാണോ എന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ടൈമാണ്. യൂഷ്വലി ഈ ഒരു അപസ്മാരം 5 മിനിറ്റിൽ താഴെയാണെങ്കിലും 90% കുട്ടികളിലും അത് 1 മിനിറ്റിൽ താഴെയിൽ അത് അപസ്മാരം എന്തായാലും പൂർണ്ണതയിലേക്ക് എത്തി അത് തീർന്നിട്ടുണ്ടാവും. അത് 5 മിനിറ്റിലേറെ നീണ്ടു നിൽക്കുകയും അത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നിലനിൽക്കുകയും അത് മാറിക്കഴിഞ്ഞാലുണ്ടാകുന്ന ക്ഷീണം കുറേ നേരം നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ ഒരു അപസ്മാരത്തിന് മറ്റു കാരണങ്ങൾ നമ്മൾ തേടുന്നത്. പനി വരുമ്പോഴുള്ള അപസ്മാരം എന്ന് അതിനെ തരംതിരിക്കുന്നത് ആ കുഞ്ഞിൻ്റെ അതുവരെയുള്ള വളർച്ച പൂർത്തിയായിരിക്കണം, അവരുടെ ന്യൂറോ ഡെവലപ്മെൻ്റൽ വളർച്ച എന്ന് പറയും. അതായത് അവർ പ്രായത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അവർക്ക് മറ്റ് ബ്രെയിൻ സംബന്ധിയായിട്ടുള്ള രോഗങ്ങളൊന്നും ഉണ്ടാവാനും പാടില്ല. ഇതൊന്നും ഇല്ലാത്ത നോർമലായിട്ട് ഡെവലപ്മെൻ്റ് ഉള്ളൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന അപസ്മാരത്തിനെയാണ് നമ്മൾ പനി കാരണമുള്ള അപസ്മാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അപസ്മാരം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എവിടെയല്ല കുഞ്ഞിനെ ചെരിച്ച് കിടത്തുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള സാധാരണ വെള്ളവും ചൂടുവെള്ളവും മിക്സ് ചെയ്തിട്ട് എല്ലാ ഡ്രസ്സുകളും ആ കുഞ്ഞിൻ്റെ ഊരി മാറ്റി നന്നായിട്ട് നനച്ച് തുടയ്ക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ഊഷ്മാവ് താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാരണം. ആ സമയത്ത് ഒരിക്കലും വായിലേക്ക് സ്പൂണോ മറ്റു കാര്യങ്ങളോ തിരുകുകയോ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്.